ഓഫീസിൽ ലഞ്ച് ബ്രേക്കിന് ക്യാനിൽ ചെന്നപ്പോൾ അന്നത്തെ സ്പെഷ്യലിൻ്റെ പേര് കണ്ട് അയാളൊന്ന് ഞെട്ടി. കോൾഗേറ്റ് ബീഫ് ലസാനിയ. ഇനി വായിച്ച് തെറ്റിയതാണെന്ന് കരുതി വീണ്ടും നോക്കിയപ്പോൾ സംശയമില്ല, കോൾഗേറ്റ് തന്നെ. അന്ന് രാവിലെ കൂടി പല്ല് തേച്ച ടൂത്ത് പേസ്റ്റിൻ്റെ പേര്. അയാളത് കഴിച്ചു കാണുമോ? ഇനി നിങ്ങളാണെങ്കിൽ ആ പേര് കണ്ടാൽ ഓർഡർ ചെയ്യുമോ? ഇതൊരു കെട്ടുകഥയല്ല. തങ്ങളുടെ ടൂത്ത് പേസ്റ്റിൻ്റെ വിജയത്തിൽ സന്തോഷിച്ച കോൾഗേറ്റ് മറ്റെന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഇതേ പേരിൽ തന്നെ പുറത്തിറക്കാം എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണ് 1980-കളിൽ വിപണിയിലെത്തിയ ഫ്രോസൺ ഫുഡ് കാറ്റഗറിയിൽപ്പെട്ട ഈ ഐറ്റം. കോൾഗേറ്റ് പ്രതീക്ഷിക്കാത്തതും ലോകം പ്രതീക്ഷിച്ചതും പോലെ വളരെ പെട്ടെന്ന് തന്നെ ആ ഫ്രോസൺ ഫുഡ് വിൽപ്പന കോൾഗേറ്റ് എന്നേക്കുമായി പൂട്ടിക്കെട്ടി. കാരണം വളരെ സിമ്പിളായിരുന്നു. കോൾഗേറ്റ് എന്ന് കേട്ടാൽ ഒരാൾക്ക് ആകെ ഓർമ്മ വരുന്നത് ഒരൊറ്റ പ്രൊഡക്റ്റ് മാത്രമാണ്, ടൂത്ത് പേസ്റ്റ്. അത് മനസ്സിൽ തെളിഞ്ഞ ഉടനെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, ഇത് ടൂത്ത് പേസ്റ്റ് ആണ്, കഴിക്കാനുള്ളതല്ല. പിന്നെ എത്ര ശ്രമിച്ചാലും ആ ബ്രാൻഡ് നെയിമും ഫുഡ് കാറ്റഗറിയും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ സാധാരണ കൺസ്യൂമറുടെ മൈൻഡിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് രുചിച്ചു നോക്കാൻ പോലും അവർ തയ്യാറാവില്ല. കോൾഗേറ്റിന് മാത്രമല്ല, പല ഇൻ്റർനാഷണൽ നാഷണൽ ബ്രാൻഡുകൾക്കും വിജയത്തിൻ്റെ അമിതാവേശത്തിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പ്രശസ്തമായ ഒരു ബ്രാൻഡ് കയ്യിലുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എന്തും വിൽക്കാമെന്ന ബ്രാൻഡ് ഓണേഴ്സിൻ്റെ അമിത ആത്മവിശ്വാസമാണ് കോൾഗേറ്റ് ബീഫ് ലസാനിയുടെ പൊടി പോലും നമുക്കിപ്പോൾ കാണാൻ കഴിയാത്തതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം.